പത്തനംതിട്ട മല്ലപ്പള്ളിയിലെ പോലീസിനെതിരായ പ്രസംഗത്തിൽ സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം കെ.പി. ഉദയഭാനുവിനെതിരെ കേസ്. തങ്ങളുടെ വീടുകളിൽ കയറിയാൽ ഞങ്ങളും തിരിച്ചു കയറുമെന്നായിരുന്നു പ്രസംഗം. സ്വമേധയാണ് കീഴ്വായ്പൂർ പോലീസ് കേസെടുത്തത്. വിവരങ്ങളുമായി ശ്രീരാജ് ബാബു ചേരുകയാണ്. ശ്രീരാജ്, പോലീസിനെതിരെ അല്പം കടന്ന ഭാഷയിലാണ് ഉദയഭാനു 2 ദിവസം മുൻപ് പ്രസംഗിച്ചത്. അതിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. ലിനിഷ, അർജുനായങ്കി പിടിയിലായ അതിന്റെ ആ ദിവസം തന്നെയാണ് ഈ മല്ലപ്പള്ളിയിലെ വിവിധ വീടുകളിൽ, അതിൽ പാർട്ടി അംഗങ്ങളും പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ ഉൾപ്പെടെയുള്ള വീടുകളിൽ പോലീസ് ഇത്തരത്തിൽ കയറി പരിശോധന നടത്തിയത്. അതേതെങ്കിലും തരത്തിൽ അർജുനായങ്കിയുമായി ബന്ധമില്ലാത്ത ആളുകളുടെ വീട്ടിലായിരുന്നു പോലീസ് ചെയ്തത് ശരിയല്ല എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മല്ലപ്പള്ളി ഏരിയ കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഈ മാർച്ചിനെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതിനിടെയാണ് സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം കെ.പി. ഉദയഭാനു പോലീസിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. അതിൽ അദ്ദേഹം പറഞ്ഞിരുന്നത്, തങ്ങളുടെ വീട്ടിൽ കയറിയ ആളുകളെ നോക്കി വെച്ചിട്ടുണ്ട്, പോലീസുകാരെ നോക്കി വെച്ചിട്ടുണ്ട്, ഞങ്ങൾക്കറിയാം ആരൊക്കെയാണ് ആ വീടുകളിൽ കയറിയതെന്ന്, അവർക്കും വീടുണ്ട്, വീട്ടിൽ ആളുകളുണ്ട്, ഞങ്ങളും ആ വീട്ടിലേക്ക് കയറും എന്ന തരത്തിലായിരുന്നു കെ.പി. ഉദയഭാനുവിന്റെ പ്രസംഗം ഉണ്ടായിരുന്നത്. ആ സമയം തന്നെ അത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. അതിലാണ് ഇപ്പോൾ പോലീസ് സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. പോലീസ് ഇട്ട എഫ്ഐആറിൽ കെ.പി. ഉദയഭാനു മാത്രമാണ് ഈ ഒരു എഫ്ഐആറിൽ പ്രതിയായിട്ടുള്ളത്. അല്ലാതെ റോഡ് ഉപരോധിച്ചതിന് മറ്റൊരു കേസ് സാധാരണഗതിയിൽ പ്രതിഷേധങ്ങൾക്ക് എടുക്കാറുള്ള ഒരു കേസ് സ്വാഭാവികമായും പോലീസ് എടുത്തിട്ടുണ്ട്. അതല്ലാതെ ഒരു കേസ് എടുത്തതിലാണ് ഇപ്പോൾ കെ.പി. ഉദയഭാനു പ്രതിയായിട്ടുള്ളത്. അതിൽ പോലീസിനെതിരെ ഇത്തരത്തിൽ നടത്തിയ പ്രസംഗത്തിന്മേൽ എടുക്കുന്ന കേസ് എന്ന് തന്നെയാണ് ആ എഫ്ഐആറിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും നാളെ വരും ദിവസം കെ.പി. ഉദയഭാനുവും അതുപോലെ തന്നെ സിപിഐഎം ജില്ലാ സെക്രട്ടറി അടക്കം ഈ വിഷയത്തിൽ മാധ്യമങ്ങളെ കാണുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാർട്ടിയുടെ ഇപ്പോഴുള്ള നിലപാട് ഈ കീഴ്വായ്പൂർ പോലീസ് കാണിച്ചത് ശരിയല്ലാത്ത ഒരു നിലപാടായിരുന്നു. സിപിഐഎമ്മിന്റെ അംഗങ്ങളുടെ വീട്ടിൽ ഇത്തരത്തിൽ കയറി അർജുനായികയുമായി യാതൊരു ബന്ധവുമില്ലാത്ത തരത്തിലുള്ള ആളുകളുടെ വീട്ടിൽ കയറി ഇത്തരത്തിൽ ഒരു അതിക്രമം നടത്തിയത് ശരിയല്ല എന്ന് തന്നെയാണ് നിലവിൽ പാർട്ടിയുടെ നിലപാട്.